അപ്പോൾ ഇക്കായ നല്ല സുന്ദരനും സുശീലനും ഒക്കെ ആക്കി ഞാനൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ ഇക്ക എന്നെ തിരിച്ച് ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ മിസ്റ്റർ ആൻഡ് മിസ്സസ് ലുക്മാൻ എവിടെ പോവുകയാണെന്ന് ചോദിച്ചാൽ ഞങ്ങളിന്ന് നെസ്റ്റോയിലേക്ക് പോവുകയാണ്. അപ്പം നാട്ടിൽ പോകാറായതുകൊണ്ട് തന്നെ കുറച്ച് പർച്ചേസിന് വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ. അപ്പം നമ്മൾ വന്ന് കുറേ ക്യൂട്ട് സാധനങ്ങളുണ്ട് ഗൈസ്. എല്ലാം നല്ല വിലയുള്ള സാധനങ്ങളാണെങ്കിലും കാണാൻ നല്ല ഭംഗിയുള്ളതുണ്ട്. വീഡിയോ എടുക്കാൻ പൈസ കൊടുക്കേണ്ടാത്തതുകൊണ്ട് ഞാൻ എല്ലാത്തിൻ്റെയും വീഡിയോ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ ഹിബൂസ് കളിപ്പാട്ടങ്ങൾ കാണുമ്പോൾ സ്റ്റക്കാവുന്ന പോലെ ഇപ്പോഴും സ്റ്റക്കായിട്ടുണ്ട്. അവിടെ നിന്നിട്ട് ഇങ്ങനെ പാവിക്കുട്ടിയിലൊക്കെ കുത്തി നോക്കുന്നുണ്ട്. റിസ്മോൻ അതുപോലെ അവൻ്റെ വണ്ടികളുടെ സെക്ഷനിലേക്ക് പോയിട്ടുണ്ട്. ഞാൻ എൻ്റെ ഗ്രീൻ ടീ ഗ്ലാസസിൻ്റെ സെക്ഷനിലേക്ക്, അങ്ങനെ കുറേ പാത്രങ്ങളുടെ സെക്ഷനിലേക്കൊക്കെ പോയിട്ടുണ്ട്. ഹിബൂസ് വീണ്ടും പാവക്കുട്ടി പോയി എടുത്തിട്ടുണ്ടെന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട. ഇത് ബുക്കാണ് ഗൈസ്, ദേ ലൈനുള്ള ബുക്കാണ്. നാട്ടിൽ കണ്ടിട്ടുണ്ട് ഞാനിതൊക്കെ, പക്ഷേ നാട്ടിൽ കാണാത്ത കുറേ ഐറ്റംസ് ഉണ്ട് കേട്ടോ ഇവിടെ. റിസ്മോൻ എൻ്റെ ഗാഡ്ജറ്റ്സിൻ്റെ ഏരിയയിൽ വന്നപ്പോഴത്തേക്ക് ഡാൻസ് ഒക്കെ കളിക്കുന്നുണ്ട്. അപ്പം ഹിബൂസ് ഓരോരോ ക്യൂട്ട് പാവക്കുട്ടികളുണ്ട്. ഹിബൂസ് ഇവിടെ നിന്നെല്ലാം തേടി പിടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. നോർമലി ഒരു മനുഷ്യർക്ക് പോയാൽ ഇങ്ങനെ തേടി പിടിച്ചെടുക്കാൻ പറ്റത്തില്ല, അത്രയ്ക്കും വലുതാണ് ഷോപ്പ്. പിന്നെ നമ്മൾ ഗ്ലാസ് ഒക്കെ ഉണ്ട് വെച്ച് നോക്കുന്നുണ്ട്. ഇപ്പം ലേഡീസിൻ്റെ ഗ്ലാസ്സസ് ഇങ്ങനെ വെച്ച് നോക്കാണ് കേട്ടോ. അപ്പം അതിൻ്റെ അകത്ത് ടാഗ് കിടക്കുന്നുണ്ട്, ഭയങ്കര ബുദ്ധിമുട്ടാണ്. അങ്ങനെ ഹിബൂസ് വീണ്ടും ഒരു ടോയ് എങ്കിലും വാങ്ങിപ്പിച്ചേ അടങ്ങൂ എന്നും പറഞ്ഞിട്ട് നിൽക്കുകയാണ്. പക്ഷേ ഞാൻ കൊന്നാലും സമ്മതിക്കത്തില്ല ഗൈസ്, കാരണം വീട്ടിൽ വെക്കാൻ സ്ഥലമില്ല. ഷെൽഫിൽ കുറേ ഉണ്ട്, അത്യാവശ്യത്തിനുണ്ട്. അത് മതി, അത് തന്നെ എടുത്ത് കളിക്കാനുള്ള ടൈം ഇല്ലാത്ത മക്കൾക്ക് പിന്നെ എന്തിനാ വെറുതെ വേസ്റ്റ് ചെയ്യുന്നത്. അങ്ങനെ നമ്മളത് മീറ്റ് സെക്ഷനിലേക്ക് വന്നപ്പോൾ റെഡ് മീറ്റ്സ് ആണ് കുറേ ഇരുന്നത്. പിന്നെ ഇപ്പുറത്തെ ചിക്കനൊക്കെ ഇരിപ്പുണ്ടായിരുന്നു. കുറേ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട് ചിക്കൻ ഫീറ്റ് ഇങ്ങനെ കുറേ പേര് ഫ്രൈ ചെയ്തൊക്കെ കഴിക്കുന്നത്. ഞാൻ കളയുന്ന കുറേ പാർട്സ് ഉണ്ട് ഗൈസ്. ഇതൊക്കെ നിങ്ങളൊക്കെ എടുക്കാറുണ്ടോ എന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. ഞാൻ ഈ പാർട്സ് ഒക്കെ മിക്കതും കളയാറാണ് പതിവ്. അപ്പോൾ ഈ ഒരു സാധനവും ഫസ്റ്റ് ടൈം ആണ് കേട്ടോ. തോടെല്ലാം ആയിട്ടുള്ള ഹിരൺ കണ്ടിട്ടുണ്ട്, പക്ഷേ ഇങ്ങനൊരു വാട്ടർമെലൺ ഫസ്റ്റ് ടൈം ആണ്. പിന്നെ ഇഞ്ചി ഭയങ്കര ലാർജ് സൈസിലുള്ള ഇഞ്ചിയാണ്. പിന്നെ നമ്മുടെ മരച്ചീനി പീസാക്കി പാക്കറ്റിലാക്കി വെച്ചിട്ടുണ്ട്. നാട്ടിലാണെങ്കിൽ നമ്മളൊരു പർച്ചേസിന് പോകുമ്പോൾ ക്യാരി ബാഗ്സ് ഒക്കെ നമ്മൾ തന്നെ കൊണ്ടുപോകണം. നാട്ടിൽ നിന്ന് തന്നാലും അത് പെയ്ഡ് ആയിരിക്കും കേട്ടോ. ഇവിടെ അത് ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇവിടെ നമ്മൾ ഒരു പർച്ചേസ് കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ 100 ക്യാരി ബാഗ്സ് അവർ ഇങ്ങോട്ട് തരും. ഓരോ ഐറ്റംസും ഓരോ ക്യാരി ബാഗിലിട്ടാണ് തരുന്നത്. ഇതൊക്കെ എൻ്റെ മക്കൾ സ്വന്തമായിട്ട് ചെയ്യുന്നതാണ് കേട്ടോ. അവരുടെ ഇൻട്രസ്റ്റ് കൊണ്ട് ചെയ്യുന്നതാണ്, അല്ലാതെ ബാലവേല അല്ല.